ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് സാഞ്ചന. ഇതെൻ്റെ ഫസ്റ്റ് വ്ലോഗാണ്. ആദ്യമായിട്ടാണ് ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നതൊക്കെ. അപ്പം എത്രത്തോളം എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്നും സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. ഐ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ടു എന്താ പറയുക, നല്ലതാക്കാനും ഒക്കെ ഞാൻ ശ്രമിക്കാം. എൻ്റെ ചാനലിൻ്റെ പേര് മണ്ണ് ബൈ റായൽ എന്നാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. MANN എന്ന് പറഞ്ഞ മണ്ണെന്നല്ല, മണ്ണെന്നാണ്. അപ്പം എന്തുകൊണ്ടാണ് ഈ പേര് വന്നതെന്നും എന്തുകൊണ്ടാണ് ഞാൻ ഈ വ്ളോഗ് തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണമുണ്ട്. എൻ്റെ ഡെയിലി ലൈഫൊന്നും അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടോ അല്ലെങ്കിൽ വ്ളോഗ് എടുക്കാൻ മാത്രം അങ്ങനെയൊന്നും വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. പക്ഷേ ഞാൻ ചെയ്യുന്ന ഒരു പ്രൊഫഷൻ അത് സംതിങ് ഡിഫറെൻറ്റ് ഫ്രം അതർ പീപ്പിൾ. എന്ന് വെച്ചാൽ നോർമലി ആരും ചിന്തിക്കാത്തതും ചെയ്യാത്തതുമായിട്ടുള്ളൊരു പ്രൊഫഷനാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഞാനൊരു പോട്രി ആർട്ടിസ്റ്റാണ്. പോട്രി ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഡൗട്ടുണ്ട്, എന്താണ് പോട്രി? ആക്ച്വലി ആരെയും ഞാൻ കുറ്റം പറയത്തില്ല. ബിക്കോസ് ഒരു 5 years ബാക്ക് എൻ്റെ അടുത്തും പോട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചട്ടി കലം അതിപ്പം എത്ര പഠിക്കാൻ എന്നുള്ള രീതിയിലായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് വിവരം വെച്ചത് ഇതിൻ്റെ പുറയിൽ എന്തുമാത്രം കഷ്ടപ്പാടുകളും എന്തുമാത്രം വർക്ക് ചെയ്തിട്ടുമാണോ ഒരു ചട്ടി ഉണ്ടാവുന്നത് എന്നുള്ളത്. അതായത് ഹാൻഡ് ബിൽഡ് ചെയ്യുന്നത്. മെഷീൻ മെയ്ഡുണ്ട്. മെഷീൻ മെയ്ഡ് ആണെങ്കിൽ വിത്തിൻ എന്താ പറയുക, കുറച്ച് ദിവസം വിത്തിൻ ഡേയ്സ് നമുക്കൊരു പീസ് ഉണ്ടാക്കി വരാൻ പറ്റും. പക്ഷേ ഹാൻഡ് മെയ്ഡ് ആകുമ്പോഴത്തേക്കും അതിൻ്റെ വാല്യൂ എന്താണെന്ന് ഞാൻ ഈ പോട്ടറി പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത്. നമ്മൾ സാധാരണ ഈ എക്സിബിഷൻസിലൊക്കെ പോകുമ്പോഴത്തേക്കും ഹാൻഡ് മെയ്ഡ് പ്രോഡക്റ്റ് അതിന് വില കൂടുതലാണെന്ന് പറയുമ്പോഴത്തേക്കും ഇതിനെന്ത് ഇത്ര വില വരാൻ എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം മനസ്സിലായി എന്താണ് ഹാൻഡ് മെയ്ഡ് എന്നുള്ളത്. കാരണം ഓരോ പ്രോഡക്റ്റിനും അവർ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്, വാല്യൂ, ടൈം. ഇപ്പോൾ ഒരു പ്രോഡക്റ്റിന് കൊടുക്കുന്ന ടൈം എന്ന് പറയുന്നത് കുറച്ചൊന്നുമല്ല. അവർ കുറേ എഫേർട്സ് ഇട്ടിട്ടായിരിക്കും ഹാൻഡ് മെയ്ഡ് പ്രോഡക്റ്റ്സ് ഓരോ ആൾക്കാർ ചെയ്യുന്നത്. സോ ഞാനിവിടെ ചെയ്യുന്നത് പോട്രിയാണ്. പോട്രി എന്ന് പറയുമ്പോഴത്തേക്കും പോട്ട്സ് ഉണ്ടാക്കുന്നു. ക്ലേ വെച്ചിട്ട് പോട്ട്സ്. നോട്ട് ഓൺലി പോട്ട്സ്, ഇപ്പം യൂസ്ഫുൾ ആയിട്ടുള്ള അതായത് പ്ലേറ്റ്സ്, മഗ്സ്, ടിഷ്യൂ ഹോൾഡേഴ്സ്, സോൾട്ട് ഇട്ട് സോൾട്ട് ജാർ, സോപ്പ് ഡിഷ്, അങ്ങനെ പല വെറൈറ്റി സാധനങ്ങൾ നമ്മളിവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഉണ്ടാക്കുന്നത് മാത്രമല്ല ഞാനിത് പഠിപ്പിക്കുന്നുണ്ട്. ആക്ച്വലി നമ്മുടെ കോട്ടയത്ത് ഇങ്ങനെ ഒരു സ്റ്റുഡിയോ, പോട്രി സ്റ്റുഡിയോ വേറെ ഒന്നും ഇല്ല. അപ്പം ഇല്ല എന്നാണ് എൻ്റെ ഒരു ഇത്ര നാളത്തെ അറിവിൽ ഇല്ല കേട്ടോ. അപ്പം ഫസ്റ്റ് പോട്രി സ്റ്റുഡിയോ നമ്മളെ തന്നെയാണ്. അതുകൊണ്ട് എന്താണ് പോട്രി എന്നുള്ളത് പിള്ളേർക്കും വലിയവർക്കും എല്ലാവർക്കും ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പൊതുവേ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ പോട്ടേഴ്സ് വളരെ കുറവാണ്. ട്രഡീഷണൽ ആയിട്ടുള്ള പോട്ടേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെയുള്ളതും വളരെ കുറവാണ്. ആക്ച്വലി ഞാൻ ബാംഗ്ലൂരിലായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നതും പഠിച്ചതും. അപ്പോൾ എനിക്കിങ്ങനെ ഒരു ഐഡിയ ഇല്ലായിരുന്നു, ഓക്കെ കോട്ടയത്ത് ഇത് വെച്ച് കഴിഞ്ഞാൽ എന്താകും എന്നുള്ളത്. പക്ഷേ കോട്ടയത്ത് ഒത്തിരി പേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് ഇത് പഠിക്കാനുമെല്ലാം. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ കോട്ടയം വന്ന് ഇവിടെ സ്റ്റുഡിയോ തുടങ്ങിയത്. നമുക്ക് കോട്ടയത്ത് കഞ്ഞിക്കുഴിയിലാണ് സ്റ്റുഡിയോ ഉള്ളത്. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം. ഈ വ്ളോഗ്സിൻ്റെ അകത്ത് പോട്ടറി റിലേറ്റഡ് മാത്രമായിരിക്കത്തില്ല കേട്ടോ, എല്ലാ ഒരു കാര്യങ്ങളും കൂടെ വരും. ആക്ച്വലി എനിക്ക് ഇങ്ങനെ സംസാരിക്കുന്നൊന്നും അറിയത്തില്ല, എങ്ങനെയൊക്കെയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കേട്ടോ. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊരു പേജുണ്ട്, അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ചാനലിൻ്റെ തന്നെ പേരാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേരും. അപ്പോൾ അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ മനസ്സിലാവും എന്തൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കാരണം മെയിനായിട്ട് അതിൻ്റെ അകത്തോട്ടാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ഞാനൊരു വ്ളോഗായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഒത്തിരി പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, സംതിങ് ഡിഫറെൻ്റ് ആണല്ലോ ചെയ്യുന്നത്, അപ്പം ഒരു വ്ളോഗായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അല്ല, ഇൻസ്റ്റാഗ്രാമിൽ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവരും ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നില്ല. കുറച്ച് പ്രായമായവരോ അല്ലെങ്കിൽ പിള്ളേരോ അങ്ങനെയൊന്നും അവരൊന്നും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇല്ല. എല്ലാവരും ഒരു ഏജ് ലിമിറ്റും ഇല്ലാതെ എല്ലാവരും കാണുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. അപ്പോൾ ഓർത്തു, ഓക്കെ എന്നാൽ യൂട്യൂബിൽ തുടങ്ങും, അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് മനസ്സിലാവും അല്ലെ കാര്യം എന്താണെന്ന് അറിയുന്നത്. അങ്ങനെയാണ് ഞാനിപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. സോ എൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് കംപ്ലീറ്റ് വരാൻ പോകുന്നത് പോട്രി റിലേറ്റഡ് മാത്രമായിരിക്കില്ല. എൻ്റെ പേഴ്സണൽ ലൈഫിലെയും അല്ലാതെ ട്രാവൽ വ്ളോഗ്സ് അല്ലെങ്കിൽ കുക്കിംഗ് അങ്ങനെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല കുഞ്ഞു കുഞ്ഞു വ്ളോഗ്സൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ, ഞാനിപ്പോൾ ഇരിക്കുന്നത് ആക്ച്വലി എൻ്റെ സ്റ്റുഡിയോയിലാട്ടോ. ഞാൻ എൻ്റെ സ്റ്റുഡിയോയിൽ ഇപ്പം ഞാനൊന്ന് കാണിക്കുന്നില്ല. നെക്സ്റ്റ് വ്ളോഗിൻ്റെ അകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റുഡിയോ ടൂർ നടത്താം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് എൻ്റെ സ്റ്റുഡിയോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളത്.
പിന്നെ എൻ്റെ ചാനലിൻ്റെ പേര് മണ്ണ് ബൈ റായൽ എന്നാണ്. ഞാൻ ഉപയോഗിക്കുന്നത് കളിമണ്ണാണ്. സോ ആ ഒരു മണ്ണെന്നുള്ളൊരു പേരാണ് ഞാൻ എടുക്കുന്നത്. മണ്ണ് ബൈ റായൽ എന്നുള്ളത് എൻ്റെ ആർട്ടിസ്റ്റിക് നെയിമാണ്. അത് തന്നെയാണ് എൻ്റെ സ്റ്റുഡിയോയുടെ നെയിമും, ഇൻസ്റ്റഗ്രാമിൻ്റെ പേജിൻ്റെ നെയിമും, പിന്നെ ഇപ്പം എൻ്റെ യൂട്യൂബ് ബ്ലോഗിൻ്റെ പേരും മണ്ണ് ബൈ റായൽ തന്നെയാണ്. ആൻഡ് എൻ്റെ പോട്രിയിലോട്ട് വരാനുള്ള ഒരു കാരണം കൂടെ ഞാൻ ജസ്റ്റ് ഈ ഇൻട്രോയ്ക്കകത്ത് പറയാം. കാരണം അല്ലെങ്കിൽ ഭയങ്കര ഒരു 3-4-5 മിനിറ്റിൻ്റെ ഒരു വ്ളോഗായി പോവും. സോ എന്തുകൊണ്ടാണ് ഞാൻ പോട്രിയിൽ വന്നത്, എങ്ങനെയാണ് വന്നതെന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗും ഒരു ചെറിയൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷനും കൂടെ ഞാൻ തരാം. ഞാൻ 12th കഴിഞ്ഞു. ആക്ച്വലി പഠിത്തത്തിൽ അങ്ങനെ വലിയ മുന്നോട്ടൊന്നും അല്ലായിരുന്നു. എനിക്ക് പഠിക്കാൻ ഭയങ്കര ഒരു പാടായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. കാരണം എനിക്ക് താല്പര്യമില്ലായിരുന്നു, എന്താണെന്ന് അറിയത്തില്ല. ഇത് കുട്ടികൾ ഒരിക്കലും ഞാൻ പ്രോത്സാഹിപ്പിക്കത്തില്ല. പഠിക്കേണ്ട പ്രായത്തിൽ പഠിക്കണം. പക്ഷെ എനിക്ക് അതിനുള്ള ഒരു ഇഷ്ടമോ താല്പര്യമോ ഒന്നും ഇല്ലായിരുന്നു, വളരെ കുറവായിരുന്നു. സോ 12th കഴിഞ്ഞിട്ടും എനിക്ക് പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ അപ്പ പറഞ്ഞു, നീ ഒരു ഡിഗ്രി എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നിനക്കൊരു ഐഡിയ കിട്ടും. പക്ഷെ എന്തെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. അങ്ങനെ കൺഫ്യൂഷനിലായിരുന്നപ്പോഴും അറ്റ് ലാസ്റ്റ് ഞാനൊരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. ചെന്നൈയിലെ MCCയിലായിരുന്നു ഞാൻ എടുത്തത്. അപ്പോൾ 3 years കഴിഞ്ഞിട്ടും വാട്ട് നെക്സ്റ്റ്, എന്ത് ചെയ്യണം? എനിക്ക് ജോലിക്ക് അങ്ങനെ എന്താ പറയുക, IT ഫീൽഡ് താല്പര്യമില്ല, ടീച്ചിങ് താല്പര്യമില്ല എന്നല്ല, എന്നെക്കൊണ്ട് പറ്റത്തില്ല. ടീച്ചിങ് പറ്റത്തില്ല, ഡോക്ടർ, മെഡിക്കൽ ഒന്നും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. കൊമേഴ്സും കൂടെ ആയിരുന്നു ഞാൻ. അപ്പം അങ്ങനെയാണ് ഞാനിങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഓക്കെ എന്ത് ചെയ്യും. എനിക്ക് ആർട്ടിനോട് താല്പര്യമുണ്ട്, ബേക്കിംഗ് ഇഷ്ടമാണ്, കുക്കിംഗ് അല്ല ബേക്കിംഗ് ഇഷ്ടമാണ്. പിന്നെ ഇരുന്നുള്ള വർക്ക്സ് ഫുള്ള് ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അലുപുലത്തെ പരിപാടി, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ് ഞാൻ പോട്ടറി എന്നുള്ള ഒരു ഇതിലോട്ട് എത്തിയത്. അതും എൻ്റെ പ്രൊഫഷൻ ആക്കണം എന്നല്ല, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ ബ്രദറിൻലോ സാം, അച്ചാച്ചൻ ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ പുള്ളി ഒരു ബുദ്ധയുടെ ഒരു എന്താ പറയുക ഒരു ഫേസ് സ്കൾപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പോട്രി എന്താണെന്ന് ഞാൻ അറിയുന്നത് തന്നെ. എനിക്കറിയത്തില്ലായിരുന്നു പോട്രി എന്താണെന്ന്. ഒരു 5 years ബാക്ക് എനിക്കറിയത്തില്ലായിരുന്നു. സോ അന്ന് ഞാനിങ്ങനെ പോട്രീനെ പറ്റി അറിഞ്ഞു. എനിക്ക് ബാംഗ്ലൂർ എക്സ്പ്ലോർ ചെയ്യണമായിരുന്നു. സോ ഞാൻ ബാംഗ്ലൂരിൽ പോട്രി സെഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഒരു 2 years ഞാൻ അവിടെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റുഡിയോ ഞാൻ തുടങ്ങിയത്. ആക്ച്വലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ആർട്ട് റിലേറ്റഡ് താല്പര്യമുള്ളവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഫഷനാണ് ഈ പോട്രി എന്ന് പറയുന്നത്. കുറച്ച് റിസ്പെക്റ്റേഴ്സ് ഉണ്ട്, പക്ഷെ എന്നാലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ എൻ്റെ ഫസ്റ്റ് വ്ളോഗിനകത്ത് ആക്ച്വലി എനിക്ക് എൻ്റെ പേരൻസിനെ പറ്റിയും എൻ്റെ ഫാമിലിനെ പറ്റിയും പറയാതിരിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് അവരാണ് എൻ്റെ കോർ സ്ട്രെങ്ത്. ഞാനിങ്ങനെ ചെയ്യാനും ഞാനിങ്ങനെ ഒരു സ്റ്റുഡിയോ തുടങ്ങാനും എല്ലാത്തിനും കാരണം എൻ്റെ ഫാമിലിയാണ്. സോ അവരെ എനിക്ക് ഇതിൻ്റെ അകത്ത് തന്നെ പറയാതിരിക്കാൻ പറ്റത്തില്ല. എൻ്റെ മെയിൻ ഹെൽപ്പ് അല്ലെങ്കിൽ എൻ്റെ മെയിൻ സപ്പോർട്ട് സിസ്റ്റം അമ്മ. അപ്പ MRFൽ വർക്ക് ചെയ്യുന്നു. അപ്പയുടെ പേര് ലാൽ ജേക്കബ്. അമ്മ ഷീജാലാൽ, ഹൗസ് വൈഫാണ്. എനിക്കൊരു സിസ്റ്ററുണ്ട്, ചേച്ചിയുടെ പേര് ഷെലിൻ എലിസബത്ത് ജേക്കബ്. ആൻഡ് ഷീ ഈസ് മാരീഡ് ടു സാം എം തോമസ്. അവർ രണ്ടുപേരും കൊച്ചിയിൽ സെറ്റിൽഡാണ്. പക്ഷേ എനിക്കിപ്പം എക്സിബിഷൻസോ എന്തെങ്കിലും വർക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് അവർ രണ്ടുപേരുമാണ്. ആക്ച്വലി അച്ചാച്ചൻ വഴിയാണ് ഞാനിങ്ങനെ പോട്രി എന്താണെന്ന് പഠിച്ചതും ഇതിൻ്റെ അകത്തോട്ട് ഇറങ്ങിയതും അച്ചാച്ചൻ വഴിയാണ്. അച്ചാച്ചൻ ഒരു ആർട്ടിസ്റ്റാണ്. ആൻഡ് എൻ്റെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട്. ഇവരൊക്കെയാണ് എൻ്റെ ഒരു മെയിൻ പില്ലേഴ്സ്. എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിലോ അല്ലെങ്കിൽ എക്സിബിഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെയാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. ദിസ് ഇസ് മൈ സ്മോൾ ഫാമിലി ആൻഡ് സം ഫ്രണ്ട്സിനെ ഞാൻ ഒരിക്കലും വിടത്തില്ല. എൻ്റെ ഒരു മെയിൻ പാർട്ടാണ് ഫ്രണ്ട്സ്. സോ ഇവരെല്ലാവരുമാണ് എൻ്റെ ഒരു പോട്രിയുടെ മെയിൻ കാര്യവും എൻ്റെ ലൈഫ് മൊത്തത്തിൽ ക്രിയേറ്റ് ചെയ്തതും ഇവരാണ്. അവരാണ് എൻ്റെ മെയിൻ ആൻഡ് എന്താ പറയുക എൻ്റെ ഏറ്റവും വലിയൊരു സപ്പോർട്ട് സിസ്റ്റവും. ആൻഡ് ഐ എം എന്താ പറയുക, ഞാൻ ഭയങ്കര പ്രൗഡാണ് ആക്ച്വലി ഈ ഫാമിലിയിൽ ഞാൻ എന്താ പറയുക ഒരു പാർട്ടായത്. കാരണം അതുപോലെയാണ് അവരെന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പം പെങ്കൊച്ചാണ് അല്ലെങ്കിൽ കെട്ടിച്ചു വിടാനുള്ളതാണ്, ബിസിനസ്സിലോട്ട് എന്തിനാണ് വിട്ടത്, അങ്ങനത്തെ ഒരു തോട്ടോ ഒന്നും അവരുടെ മൈൻഡിൽ കൂടെ പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അപ്പോഴോട് ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ ഇങ്ങനെ പോട്രിയാണ്, അപ്പം പഠിച്ചോ. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം ഞാനിങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, എന്താ വേണ്ട, എല്ലാ രീതിയിലും അപ്പയും അമ്മയൊക്കെയാണ് സപ്പോർട്ട് ചെയ്തത്. സോ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇന്ന് ഇവിടെ ഈ
ഒരു സ്റ്റുഡിയോ ഓൺ ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് ബീൻ 2 years. ഞാൻ എൻ്റെ സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഏപ്രിലിൽ 2 years ആവുന്നു. സോ ഇത്രയും വർഷം ഈ 2 വർഷം ഞാൻ ഇവിടെ നിൽക്കുന്നതും ഈ സ്റ്റുഡിയോ ഓൺ ചെയ്യാനും കാരണം എൻ്റെ പേരൻസ്. അപ്പം ഇവർക്കും ഒരു വലിയ താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഫസ്റ്റ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. പിന്നെ എൻ്റെ ചേച്ചി അച്ചാച്ചനുണ്ടല്ലോ, പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ, ഇത്രയും പേരാണ് എൻ്റെ ബാക്കിയുള്ള കുഞ്ഞു ഇപ്പോൾ എക്സിബിഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും അവരാണ് എൻ്റെ മെയിൻ സപ്പോർട്ട് സിസ്റ്റം. അവരാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്, സാധനങ്ങൾ പാക്ക് ചെയ്യുന്നതും അൺപാക്ക് ചെയ്യുന്നതും എല്ലാം അവരെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം ഈ പീസസ് ഒക്കെ നമുക്ക് ചുമ്മാ ബാഗിൻ്റെ അകത്തോട്ട് വാരിക്കെട്ടി ഇട്ടിട്ടൊന്നും എക്സിബിഷൻസിന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പം ഇതെല്ലാം പാക്ക് ചെയ്യാനും കൊണ്ടുപോകാനും വരാനും ഒക്കെ എൻ്റെ അച്ചാച്ചനും ചേച്ചിയും എൻ്റെ ഫ്രണ്ട്സുമാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഞങ്ങളുടെ വീട്ടിൽ 2 കുഞ്ഞു പെറ്റ്സും കൂടെ ഉണ്ട്. കുഞ്ഞല്ല, ഒരാൾ വലുതാണ്, ജാക്ക്, ഞങ്ങളുടെ ജാക്കുട്ടൻ. അവനും ഞങ്ങളുടെ കൂടെ കൂടിയിട്ട് ഇപ്പം 6-7 വർഷം ആവുന്നു. ഹീസ് അവർ മെയിൻ, എന്താ പറയുക, ഞങ്ങളുടെ മെയിൻ അംഗമാണ് വീട്ടിലത്തെ. പിന്നെ ഉള്ളത് ടാസോ എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ചീക്ക് കോൺയൂർ ബ്രീഡാണ്. ഞങ്ങൾ ടാസോ എന്നാണ് പേര് വിളിക്കുന്നത്. ഒരു ബേർഡാണ്. പറ്റുവാണെങ്കിൽ ഞാൻ അവരുടെ എല്ലാവരുടെയും വീഡിയോ ഇതിൻ്റെ ലാസ്റ്റ് ഷെയർ ചെയ്യാം. ടാസോ ഭയങ്കര രസമാട്ടോ. ടാസോ ഞങ്ങളുടെ പേരെല്ലാം വിളിക്കും. സച്ചു എന്ന് വിളിക്കും, പ്രിയ എന്ന് വിളിക്കും. പ്രിയ എൻ്റെ ചേച്ചിയുടെ വീട്ടിലെ പേര്, സച്ചു എൻ്റെ വീട്ടിലെ പേര്. അമ്മയെന്ന് വിളിക്കും. രാവിലെ അമ്മ പറയും അമ്മ കാപ്പി താന്ന് പറയും. എങ്ങനെയാണ് എവിടെ നിന്നാണ് പഠിച്ചതെന്നൊന്നും അറിയത്തില്ല, പക്ഷെ പറയും അമ്മ കാപ്പി താന്ന് പറയും. ലാപ്പയെന്ന് വിളിക്കും. അങ്ങനെ കുറേ പേരുകളാവും വിളിക്കും. പറ്റുവാണെങ്കിൽ ഞാൻ ഈ വ്ളോഗിൻ്റെ അവസാനം ഞാനത് ഷെയർ ചെയ്തേക്കാം. ഇവനാണ് ജാക്ക്, ഞങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റാണ്. എപ്പോഴും ഞങ്ങളുടെ കൂടെ നടക്കും, പുറത്ത് പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ വരും. വീടിൻ്റെ അകത്താട്ടോ അവൻ്റെ വാസം. ഇന്ത്യൻ ബ്രീഡാണ്, നമുക്ക് വഴിയുടെ സൈഡിൽ നിന്ന് കിട്ടിയ, ഞങ്ങൾ അഡോപ്റ്റ് ചെയ്തതാണ് അല്ലേ. യെസ്, ഇതാണ് ടാസോ. ഗ്രീൻ ചീക്ക് കോൺയൂർ ബ്രീഡാണ്. ഇവനെ ഞങ്ങൾ ടാസോ എന്നാണ് വിളിക്കുന്നത്. ടാസോപ്പ എന്ന് വിളിക്കും, ടാസോക്കുട്ട എന്ന് വിളിക്കും. അതെല്ലാം അവൻ തിരിച്ച് ഞങ്ങളെ വിളിക്കുകയും ചെയ്യും. എൻ്റെ പേര് വിളിക്കും, സച്ചു എന്ന് വിളിക്കും. വീട്ടിലെ എല്ലാവരുടെയും പേര് വിളിക്കും. നല്ല രസമാണ്. ഇതേ ഇപ്പോൾ ചോറൊക്കെ തിന്നുകൊണ്ടിരിക്കുക. ഫുഡാണ് ഇവൻ്റെ മെയിൻ സാധനം. ഇതിപ്പം ഞാൻ കേൾപ്പിച്ചു തരാം ഇവൻ എങ്ങനെയാണ് വിളിക്കണേന്നുള്ളത്. സച്ചു സച്ചു എൻ്റെ ഈ ഫസ്റ്റ് വ്ളോഗിൽ തന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ബിസിനസ് ചെയ്യുന്ന ഈ ചെറിയ ബിസിനസ് ചെയ്ത് വീട്ടിലൊക്കെ ആണെങ്കിലും ചെറിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരോട് ആക്ച്വലി ഹാറ്റ്സ് ഓഫ് ടു യു. കാരണം ഞാനിപ്പോൾ ഇങ്ങനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് അവരെന്തോരം എഫേർട്ട് ഇട്ടിട്ടാണ് അവരുടെ ലൈഫ് മുന്നോട്ട് പോകുന്നതും അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നതും. ആക്ച്വലി ഈ ഒരു സ്റ്റുഡിയോയിലകത്ത് A to Z ചെയ്യുന്നത് ഞാനാണ്. സോ ഐ നോ എന്തൊക്കെയാണ് ഇതിൻ്റെ പുറകിൽ വരുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളും ടെൻഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് എനിക്കിപ്പം മനസ്സിലാവും. കാരണം ഒരു 2 years ബാക്ക് ഞാൻ നോക്കുമ്പോഴത്തേക്കും എന്താ ബിസിനസ് എന്ന് വെച്ചാൽ എന്താ, ആ സാധനം വിൽക്കുന്നു, പൈസ കിട്ടുന്നു, എത്ര ഉള്ളൂ, ഇനിയിപ്പോൾ എന്താ ഇത്ര വലിയ ബുദ്ധിമുട്ട്. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ബിസിനസ്സുകാർ ചെയ്യുന്നത് അല്ലെങ്കിൽ പോകുന്നത്. ഞാൻ വലിയ ഭയങ്കര ബിസിനസ് ഡീലറോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാൻ വെറും തുടക്കം വെരി സ്മോൾ ബിസിനസ്സാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. സോ എന്നിട്ട് പോലും എനിക്ക് വരുന്ന ഓരോരോ പ്രോബ്ലംസ് എല്ലാം കാരണം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ബിസിനസ് ചെയ്യുന്ന ഓരോ ആൾക്കാരെ. സോ ഹാറ്റ്സ് ഓഫ് ടു യു ഗൈസ്. കീപ് ഗോയിങ്. അപ്സ് ആൻഡ് ഡൗൺസ് വരും, പല പ്രശ്നങ്ങളും പല ബുദ്ധിമുട്ടുകളും പല റിസ്ക് ഫാക്ടേഴ്സും എല്ലാം വരും. പക്ഷെ കീപ് ഗോയിങ്. ഒരിക്കലും മോട്ടിവേറ്റഡ് ആവാതിരിക്കരുത്. ഓൾവേസ് മോട്ടിവേറ്റ് യുവർ സെൽഫ് ആൻഡ് കീപ് ഗോയിങ്. എനിക്കത്രേ പറയാനുള്ളൂ. ആൻഡ് വൺ മോർ തിങ് എല്ലാവരോടും പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പം ഞാനൊരു പെങ്കൊച്ചാണ് എന്ന് വെച്ചിട്ട് ബിസിനസ് ഭയങ്കര എന്താ പറയുക, ഇപ്പോൾ പണ്ട് കാലത്ത് ബിസിനസ്സിൻ്റെ അകത്തൊരു പെങ്കൊച്ചാകുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ഒരു എന്താ പറയുക, അയ്യോ അതൊക്കെ നിന്നെക്കൊണ്ട് പറ്റുമോ എന്നൊക്കെയുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ചെയ്യാവുന്ന പോലെ തന്നെ നമുക്കും ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഞാൻ. ഭയങ്കര സക്സസ് ആയിട്ടൊന്നോ അല്ലെങ്കിൽ ഞാൻ ഭയങ്കര കോടീശ്വരി അങ്ങനെയൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു ബിസിനസ് റൺ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. വലിയ കുഴപ്പമില്ലാതെ എൻ്റെ ബിസിനസ് റണ്ണായി പോകുന്നുണ്ട്. താഴ്ചകൾ വരും. നമ്മൾ ബിസിനസ് തുടങ്ങി ഉടനെ തന്നെ അത് നേരെ ഭയങ്കര അംബാനി ലെവലിൽ എത്തുമെന്നൊന്നും അങ്ങനെയൊന്നും ഇല്ല. നമുക്ക്
സമയമെടുക്കും. ഓരോ പ്രോസസ്സും അല്ലെങ്കിൽ ഓരോ ഘട്ടങ്ങളും കഴിഞ്ഞ് പോകാൻ സമയമെടുക്കും. ഞാനിപ്പം 2 വർഷമായി എൻ്റെ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ട്. അപ്പം ചില മാസങ്ങളിലൊക്കെ എനിക്ക് ബുദ്ധിമുട്ട് വരാറുണ്ട്, കാരണം ബിസിനസ്സാണ്. ആ സമയത്ത് ഞാൻ അപ്പനടുത്ത് പറയാം, അപ്പം റെൻ്റ് അടയ്ക്കാൻ പൈസ ഇല്ല, എനിക്ക് ഇച്ചിരി തരുമോ എന്ന് ഞാൻ ചോദിക്കേണ്ട സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. കാരണം ബിസിനസ് ആകുമ്പോൾ അങ്ങനെയാണ്. സോ ഇപ്പം പെൺപിള്ളേരാണെങ്കിലും ആൺപിള്ളേരാണെങ്കിലും ബിസിനസ്സിൽ ഇറങ്ങുമ്പോഴത്തേക്കും പേടിക്കാതെ ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. ആൻഡ് യാ, ദാറ്റ്സ് ഇറ്റ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പ്ലീസ് ഡു ക്ഷമിക്കുക. ഓക്കെ, സീ യു ഓൺ മൈ നെക്സ്റ്റ് വ്ളോഗ്. ബൈ.